Okay, so thank you, Saijya. Okay, so what about Ashraf? Shabna, is there anybody in your house in 8th standard? ഷബ്നയുടെ വീട്ടിൽ ആരെങ്കിലും 8th സ്റ്റാൻഡേർഡിൽ ഉണ്ടോ? 8th സ്റ്റുഡൻസിനാണ്, 7th ഓർ 8th പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ക്ലാസ്. ഷബ്നയുടെ വീട്ടിൽ ആരെങ്കിലും 7th-ലോ 8th-ലോ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാം. ആരാണ് 8th പഠിക്കുന്നുണ്ടോ? സെവൻത്തിലാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് സിംസൺ തോമസ്, can you introduce yourself? Simpson Thomas. Okay, what about Patiara Buildware? ആരായിരുന്നു അത്? ജസ്റ്റ് നിങ്ങളുടെ നെയിം, ക്ലാസ് ആൻഡ് പ്ലേസ് ഒന്ന് പറയാം. ഓക്കെ. Patiara Buildware, are you there? Yes, miss. Yeah, what's your name? Haifa Fatima. Okay, where are you from? Cherai, Ernakulam. Ernakulam. In which class you are studying? 7th standard. Okay. You are Haifa, right? Haifa അല്ലേ name? Yes. Okay, Haifa. So yes, students, so we can start the session. Thank you for your introduction. Okay, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിരുന്ന പോലെ തന്നെ ഈ ഒരു NMMS എക്സാമിന്റെ ക്ലാസ്സസ് നമ്മൾ മെയിൻലി 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് നിങ്ങളിപ്പോൾ 7th-നാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 2 ഇയേഴ്സിന്റെ പ്രിപ്പറേറ്ററി ടൈം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് 7th-ലുള്ള സ്റ്റുഡൻസിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ NMMS എക്സാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഈ എക്സാമിന്റെ ഫുൾ ഫോം, വാട്ട് ഇസ് മെൻ ബൈ NMMS, ഈ എക്സാം നമുക്ക് ആർക്കാണ് ഇത് എഴുതാനുള്ള എലിജിബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യണം, പിന്നെ ഈ എക്സാം എഴുതിയാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കും. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ചെറിയൊരു ചാപ്റ്ററും കൂടെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് യു ടു ദ പ്രസന്റേഷൻ. സോ ക്യാൻ യു ഓൾ സീ മൈ സ്ക്രീൻ? Can somebody tell me? Yes. Okay, thank you. So first of all, what is this NMMSS examination? NMMS എന്നും പറയും, NMMSS എന്നും പറയും. So what is meant by NMMS? നമുക്ക് നോക്കാം. സോ ഇതിൽ ചില കുട്ടികൾക്ക് ഓൾറെഡി സ്കൂളിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ചിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, NMMS is a scholarship exam. Okay. So NMMS stands for National Means Cum Merit Scholarship എന്നാണ് ഈ ഒരു NMMSന്റെ എക്സ്പാൻഷൻ വരുന്നത്. Okay, so National Means Cum Merit Scholarship Scheme is a scholarship program for meritorious students from economically weaker section. അതായത് എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് വീക്കർ ആയിട്ടുള്ള ഫാമിലീസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ NMMS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് എക്സാം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്ത് വരുന്നത്. ഇത് വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഈ NMMS എക്സാം കണ്ടക്ട് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പ്രാക്ടീസ് നമ്മുടെ കൺട്രിയിലുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വന്നിട്ട് സാമ്പത്തികമായിട്ട് വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിൽ നിന്നുമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് NMMS എക്സാം നിങ്ങൾക്ക് എഴുതാം, എലിജിബിൾ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഒന്നിൽ ഗവൺമെന്റ് സ്കൂളിലായിരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ NMMS എക്സാം എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രൈവറ്റ് സ്കൂൾസിൽ പഠിക്കുന്നവർക്ക് ഇതിന്റെ എലിജിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. The scholarship is awarded to students in classes 9 to 12 who are studying in government aided or local body schools. ഇപ്പൊ നിങ്ങൾ ലോക്കൽ ബോഡി സ്കൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്കിലോ ഉള്ള ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂൾസിലാണെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനുള്ള അനുവാദമുണ്ട്. ഓക്കെ, അപ്പോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നത് 9th സ്റ്റാൻഡേർഡ് മുതലായിരിക്കും. ഓക്കെ, 9th മുതൽ +2 വരെ എന്ന് പറയുമ്പോൾ 4 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് അവെയിൽ ചെയ്യാം. ആൻഡ് ദ ആനുവൽ സ്കോളർഷിപ്പ് എമൗണ്ട് ഇസ് ₹12,000. ഒരു വർഷം നിങ്ങൾക്ക് 12,000 റുപ്പീസ് വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ടോട്ടലി 48,000 ആയിരിക്കും നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ എയ്ഡ് ആയിട്ട് കിട്ടുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് 12,000 റുപ്പീസ് ക്രെഡിറ്റ് ആവുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് മന്ത്ലി 1,000 റുപ്പീസ് വെച്ചിട്ടായിരിക്കും അമൗണ്ട്
നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നത്, സ്റ്റുഡന്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. അപ്പൊ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് സ്കൂളിൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരുമ്പോൾ അവർ പറയും, അതായത് സ്റ്റുഡന്റിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എല്ലാവരും ബിലോ 18 ആയതുകൊണ്ട്, നിങ്ങൾക്ക് തന്നെ മൈനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം വിത്ത് ദ സപ്പോർട്ട് ഓഫ് യുവർ പേരൻസ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ആനുവൽ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 12,000 rupees ആണ്. ആൻഡ് ഇറ്റ് ഇസ് പെയ്ഡ് മന്ത്ലി അറ്റ് rupees 1,000. എവറി മന്ത് നിങ്ങൾക്ക് 1,000 rupees വെച്ചിട്ട് ഇയർലി 12 months ആകുമ്പോൾ 12,000 കിട്ടും. ഇങ്ങനെ നമുക്ക് 4 വർഷത്തേക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ നമുക്ക് 12,000 into 4 48,000 ആയിരിക്കും നമ്മുടെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ബൈ ദ കംപ്ലീഷൻ ഓഫ് ഹയർ സെക്കൻഡറി, a student would have obtained a scholarship amount of rupees 48,000 in total for 4 years. അപ്പോൾ നിങ്ങൾക്ക് 4 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഏർണിംഗ് എന്ന് പറയുന്നത് 48,000 rupees ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ എക്സാമിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പർപ്പസ് എന്ന് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടു സപ്പോർട്ട് സ്റ്റുഡൻസ് ഫ്രം ലോ ഇൻകം ഫാമിലീസ്. അതായത് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഫാദർ ഓർ മദർ ആരാണോ എംപ്ലോയി ആയിട്ടുള്ളത് അവരുടെ ഇൻകം ലിമിറ്റ് ഫസ്റ്റ് നമ്മൾ നോക്കും. ഇൻകം ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ അതായത് എംപ്ലോയി ആരാണോ അവരുടെ ആനുവൽ ഇൻകം 3.5 lakhs കൂടാൻ പാടില്ല. അതായത് 3.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരാൻ പാടില്ല. പാരന്റൽ ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് 3,50,000 per annum from all sources. അപ്പോൾ എല്ലാ സോഴ്സസിൽ നിന്നും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരാണോ വർക്കിന് പോകുന്നത് അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 3.5 ലക്ഷത്തിൽ കൂടുതൽ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, 3.5 lakhs ഓർ അതിൽ കുറവുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു എക്സാമിന് അപ്പിയർ ആവാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഓക്കെ, പിന്നെ സ്റ്റുഡൻസിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ട് അറ്റ്ലീസ്റ്റ് 50% എങ്കിലും നിങ്ങൾ പ്രീവിയസ് 7th സ്റ്റാൻഡേർഡിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. 7th സ്റ്റാൻഡേർഡിൽ ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് 50% എങ്കിലും നിങ്ങളുടെ മാർക്ക് വാങ്ങിയിട്ടുണ്ടാവണം. അങ്ങനത്തെ സ്റ്റുഡൻസിനെ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞത് ഓൾറെഡി ₹12,000 per annum, 1,000 rupees per month വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ, സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ ത്രൂ ദ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അഥവാ NSP എന്ന് പറയും. NSPയുടെ പോർട്ടലിൽ പോയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്? സെലക്ഷൻ പ്രോസസ്സ് ഓരോ സ്റ്റേറ്റിലും ഈ എക്സാം സെപ്പറേറ്റ് കണ്ടക്ട് ചെയ്യും. അപ്പൊ കേരളത്തിൽ മോസ്റ്റ്ലി ജനുവരി, ഒരു മിഡ് ഓഫ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലായിരിക്കും NMMS എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈച്ച് സ്റ്റേറ്റ് കണ്ടക്ട്സ് ഇറ്റ്സ് ഓൺ എക്സാമിനേഷൻ ടു സെലക്ട് ദ സ്റ്റുഡൻസ്. ആൻഡ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കരുതേണ്ടത്, എന്തൊക്കെ കയ്യിൽ നിങ്ങൾ കരുതണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിന്റെ മാർക്ക് ഷീറ്റ്, അത് വന്നിട്ട് നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് ടീച്ചർ എടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ പാരന്റിന്റെ ഇൻകം സർട്ടിഫിക്കറ്റും പിന്നെ മറ്റു ചില ഡോക്യുമെന്റ്സ് അവർ പറയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. അത് നിങ്ങളുടെ സ്കൂളിൽ അവർ പറയും എന്ത് ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സേ അവർ ചോദിക്കുള്ളൂ. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണ്ടത് ക്ലാസ് 7ന്റെ ആനുവൽ എക്സാമിന്റെ റിസൾട്ട്, അതായത് മാർക്ക് ഷീറ്റും, ആനുവൽ എക്സാമിന്റെ മാർക്ക് ഷീറ്റാണ് മെയിൻ ആയിട്ട് ചോദിക്കുക. പിന്നെ പാരന്റിന്റെ ഇൻകം സർട്ടിഫിക്കറ്റും. ഓക്കെ, ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ nmmes.kerala.gov.in എന്ന് പറയുന്ന ഞാനിവിടെ സൂം ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കേരളത്തിൽ എങ്ങനെയാണ് NMMS എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതൊന്ന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ http://nmmes.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ എക്സാമിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ സ്കോളർഷിപ്പ് എക്സാമിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും സിലബസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, സോ ഈ എക്സാം വന്നിട്ട് നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് സാറ്റ് എന്നും മാറ്റ് എന്നുമാണ് ഈ 2 കാറ്റഗറീസിന്റെ നെയിംസ് വരുന്നത്. സാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് മാറ്റ് എന്ന് പറയുന്നത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. ഈ സാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 90 മാർക്സ് ആയിരിക്കും, മാറ്റും 90 മാർക്സിനായിരിക്കും. അപ്പൊ ടോട്ടൽ സ്കോർ ഫോർ NMMS എക്സാം ഇസ് 180. ഓക്കെ, ടോട്ടൽ സ്കോർ ഓഫ് ദി എക്സാം എന്ന് പറയുന്നത് 180 മാർക്സ് ആണ്. അതിൽ 90 സാറ്റിനും 90 മാറ്റിനും ആയിരിക്കും. ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതും 90 minutes ഫോർ സാറ്റ് ആൻഡ് 90 minutes ഫോർ
മാറ്റ്. ഓക്കെ, 90 മാർക്സ് എന്ന് പറയുന്ന പോലെ തന്നെ എക്സാമിന്റെ ഡ്യൂറേഷൻ ഓരോന്നിനും 90, സാറ്റിന് 90, മാറ്റിന് 90 അങ്ങനെയായിരിക്കും. അപ്പൊ ടോട്ടൽ നമുക്ക് 3 മണിക്കൂറായിരിക്കും ടോട്ടൽ ടൈം. 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ. അപ്പൊ നമുക്ക് രണ്ട് 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ടൈം 3 hours ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. സാറ്റിന്റെ എക്സാം സെപ്പറേറ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മാറ്റിന്റെ എക്സാം എഴുതുന്നത്. സെയിം ഡേ തന്നെയായിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാറ്റിൽ എന്തൊക്കെ പോർഷൻസ് ആണ് കവർ ആവുന്നതെന്ന് നോക്കാം. സാറ്റ് കവേഴ്സ് സോഷ്യൽ സയൻസ് ആൻഡ് ബേസിക് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പൊ സാറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് സോഷ്യൽ സ്റ്റഡീസ് വരും, ബേസിക് സയൻസ് വരും, മാത്സ് വരും. അപ്പോൾ ഏത് വരെയുള്ള സയൻസും സോഷ്യലും ഒക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിക്കുന്ന സോഷ്യലും സയൻസും മാത്സുമാണ്. ബട്ട് നമുക്ക് ചില സെപ്പറേറ്റ് ആയിട്ടുള്ള ചില സെക്ഷൻസ് അല്ലെങ്കിൽ ലെസൺസ് 9th നിന്നും 10th നിന്നുമുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ 9th സിലബസ്, 9th ആൻഡ് 10th മുഴുവൻ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കുമ്പോൾ ആ സമയത്ത് മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആ പെർട്ടിക്കുലർ ലെസൺസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് 8th വരെ നിങ്ങൾ പഠിക്കുന്ന സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സും പിന്നെ അതേപോലെ തന്നെ 9th നിന്നും 10th നിന്നും ചില സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സും, ഇത്രയുമാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ സാറ്റിന്റെ കാര്യം ഇങ്ങനെയാണ്. സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ്. ആൻഡ് മാറ്റിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. മെന്റൽ എബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മെന്റൽ എബിലിറ്റിയിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ ആൽഫബറ്റിന്റെ പാറ്റേൺസ്, അനലോഗി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെന്റൽ എബിലിറ്റിയിൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ ചില പിക്ചേഴ്സ് തരും, പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനെയാണ് ഈ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, and both SAT and MAT will have 90 questions each with a score of 1 mark for each question. നമുക്ക് മെയിൻ ആയിട്ടൊരു ബെനിഫിറ്റ് NMMS എക്സാമിൽ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ദർ ഇസ് നോ സിസ്റ്റം ഓഫ് നെഗറ്റീവ് മാർക്കിംഗ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സാറ്റിൽ 90 ക്വസ്റ്റ്യൻസിന് 90 മാർക്സ് ആയിരിക്കും, മാറ്റിൽ 90 ക്വസ്റ്റ്യൻസിന് 90 മാർക്സ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ 180 മാർക്സ് എന്നാണ് NMMS എക്സാം എഴുതുന്നത്. ആൻഡ് ദ ടോട്ടൽ സ്കോർ ഓഫ് ദ എക്സാം ഇസ് 180 ആൻഡ് ദ മാക്സിമം ടൈം ഇസ് 3 hours. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എക്സാമിനേഷന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് സിലബസിലേക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സാറ്റിന്റെ സിലബസ് ആണ് നോക്കുന്നത്. സാറ്റിൽ നമുക്ക് ആദ്യം ബേസിക് സയൻസ് വരുന്നുണ്ട്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോ ബേസിക് സയൻസിൽ ആദ്യം തന്നെ നമ്മൾ ബയോളജിയാണ് ഫസ്റ്റ് നമുക്ക് വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബയോളജിയിൽ നമ്മൾ സെൽ എന്ന് പറയുന്ന ടോപ്പിക്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക് ആണ് സെൽ ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ അഗ്രികൾച്ചർ വരും, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സ്പ്രെഡ് ആവുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഈസിലി ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസസിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ COVID-19 ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെ. അതുപോലെ നമുക്ക് എന്താണ് ബോഡി സയൻസ് ഉണ്ടാവും. പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ടാവും. പ്ലാന്റ് മൂവ്മെന്റ്സ് ഉണ്ടാവും, റീപ്രൊഡക്ഷൻ, എവല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ബയോളജിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ നമുക്കിതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് വരെയുള്ള ടോപ്പിക്സ് ചിലത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തോന്നാം. അത് നമ്മൾ 9th നിന്നും 10th നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ചില ടോപ്പിക്സുകൾ മാത്രം നമ്മൾ എടുത്ത് പഠിച്ചാൽ മതി. 9th ഉം 10th കംപ്ലീറ്റ് സിലബസ് പഠിക്കണം എന്നില്ല. ഓക്കെ, സോ ഇത്രയുമാണ് ബയോളജിയിൽ വരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രിയിൽ എന്താണ് വരുന്നത് നോക്കാം. കെമിസ്ട്രിയിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ, അതായത് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം മുതലാണ്. പിന്നെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ഫ്യൂവൽസ്, റോക്സ് ആൻഡ് മിനറൽസ്, കാർബൺ കോമ്പൗണ്ട്സ്, എയർ ആൻഡ് വാട്ടർ, ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, മോൾ കോൺസെപ്റ്റ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ഇതിലിപ്പോ ഈ ഇലക്ട്രോ കെമിസ്ട്രി, മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ 9th ലും 10th ലും ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. പക്ഷെ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള ചാപ്റ്ററുകൾ മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ എക്സാമിന് നോക്കണം എന്നില്ല. 8th വരെ ഉള്ളത് മാത്രം ഫുള്ള് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഈ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് 10th ഒരു ചാപ്റ്റർ എന്നുള്ളതാണ്. നമ്മൾ എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും ഈ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് മൂവിങ് ടു ഫിസിക്സ്. നമുക്ക് അഗെയിൻ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയ ലൈറ്റ്, ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ത്രസ്റ്റ് ആൻഡ് പ്രഷർ, സോഴ്സസ് ഓഫ് എനർജി, വേവ് മോഷൻ ആൻഡ് സൗണ്ട്, മാഗ്നറ്റിസം, മോഷൻ ആൻഡ് ഫോഴ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് ഫിസിക്സിൽ വരുന്നത്.
Now coming to social studies. സോഷ്യലിനെ നമ്മൾ അഗെയിൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹിസ്റ്ററി, ജിയോഗ്രഫി, സിവിക്സ് ആൻഡ് എക്കണോമിക്സ്. സോ ഹിസ്റ്ററിക്ക് താഴെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ജിയോഗ്രഫിയിൽ നമുക്ക് അങ്ങനെ ഒന്നും സ്പെസിഫിക്കലി അതിന് എന്താണ് ഡിനോമിനേറ്റ് ചെയ്യാനില്ല. നമ്മൾ 8th വരെയുള്ള എല്ലാ ജിയോഗ്രഫി ലെസൺസും നമ്മൾ പഠിക്കുക തന്നെ വേണം. പിന്നെ സിവിക്സ് ആൻഡ് എക്കണോമിക്സ്. എക്കണോമിക്സ് മോസ്റ്റ്ലി നിങ്ങൾക്ക് 8th എക്കണോമിക്സ് ഇല്ലാത്തത് കൊണ്ട് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. സിവിക്സ് ആയിരിക്കും പകരം നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സിവിക്സിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സയൻസ് ഇസ് നത്തിങ് ബട്ട് സിവിക്സ്. ഓക്കെ, സോ ഹിസ്റ്ററി, ജിയോഗ്രഫി, സിവിക്സ്. ഹിസ്റ്ററിയിൽ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇത് മൂന്നിനും നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഇനി നമ്മൾ മാത്സ്. ഓക്കെ, ഇപ്പൊ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് മാറ്റിലാണോ സാറ്റിലാണോ വരുന്നത് എന്ന്. സാറ്റിലാണ് മാത്തമാറ്റിക്സ് വരുന്നത്. കാരണം മാറ്റ് വന്നിട്ട് ടോട്ടലി മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. മെന്റൽ എബിലിറ്റിയിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്പർ പാറ്റേൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഞാൻ പറയാണ് 5, 10, 15, 20, ഡാഷ് ഡാഷ് ഡാഷ്. ഈ പാറ്റേൺ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ലേ? ആ പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് 5, 10, 15, 20. അപ്പോ ഇതൊരു ന്യൂമറിക്കൽ പാറ്റേൺ, നമ്പർ പാറ്റേൺ ആണ്. അപ്പൊ നമ്പർ പാറ്റേണിന്റെ ക്വസ്റ്റ്യൻസിന് ഡെഫിനറ്റ്ലി മാത്സ് ആയിരിക്കും. അതേസമയം നമുക്ക് ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള പാറ്റേൺസും വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ACEG. അപ്പൊ അടുത്ത ലെറ്റർ എന്തായിരിക്കും? നമ്മൾ ഒന്ന് വിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് എടുക്കുന്നത് അല്ല. അപ്പൊ അങ്ങനത്തെ പാറ്റേൺസും പിന്നെ അതുപോലെ നിങ്ങൾക്ക് വെൻ ഡയഗ്രാംസ് തരും, ചില മിറർ ഇമേജസ് തരും, ഇങ്ങനത്തെ കാര്യങ്ങൾ, മിറർ ഡയഗ്രാം, ഇതൊക്കെയാണ് നമ്മൾ മാറ്റിൽ നോക്കുന്നത്. മാത്തമാറ്റിക്സിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാത്സ് സാറ്റിന്റെ താഴെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ മാത്സിൽ നമ്മൾ ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ഈ എക്സാമിന് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഈ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെയാണ് ഞാൻ ഇവിടെ ബോർഡ് മാസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ബോർഡ് മാസ് എന്ന് പറയുന്നത് നിങ്ങൾ 7th 8th മുതൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഈ ബോർഡ് മാസ് എന്നത് എന്താണ്? B ഫോർ ബ്രാക്കറ്റ്, O ഫോർ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. നമുക്ക് ഈ വലിയ ക്ലാസിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പൊ അവിടെ എങ്ങനെയാണ്? ആദ്യം ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം. പിന്നെ ഓഫ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രാക്കറ്റിന്റെ തൊട്ട് മുന്നിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷനെയാണ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ഓഫിനുള്ള ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ ചെയ്യണം. പിന്നീട് നമ്മൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് പഠിക്കുന്നത്. ഓൾറൈറ്റ്, പിന്നെ നമ്മൾ നെക്സ്റ്റ് തന്നെ LCM ആൻഡ് HCF. LCM എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, പിന്നെ ഫ്രാക്ഷൻസ് ഉണ്ടാവും, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ള ഒരു ലെസൺ ആണ് ഫ്രാക്ഷൻസും സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സും. പിന്നെ പെർസെൻറ്റേജ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, പെർസെൻറ്റേജും അതിന്റെ അപ്ലിക്കേഷനും പഠിക്കാനുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആവറേജ് നിങ്ങൾ 8th പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വീണ്ടും 8th പഠിക്കുന്ന ലെസൺ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ഇത് നമ്മൾ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻ ടു സ്പീഡ്. അപ്പൊ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഈ ഡിസ്റ്റൻസ് ആൻഡ് ടൈമിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റിൽ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ഫിസിക്സ് ആണ്. പക്ഷെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്നത് കൊണ്ടാണ് അത് മാത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പെരിമീറ്റർ ആൻഡ് വോളിയം ഉണ്ടാവും, ഡെസിമൽസ് ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ടാവും, ജിയോമെട്രി ഉണ്ടാവും. ജിയോമെട്രി പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ഡയഗ്രാം ഒന്നും വരയ്ക്കാനുണ്ടാവില്ല, പക്ഷെ ഫിഗർ തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ പാറ്റേണിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ കമ്പാരിസൺ ത്രൂ പിക്ചേഴ്സ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പിന്നെ സിമ്പിൾ ഇക്വേഷൻസ്. ഈ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ A+B² A-B² A² - B², ഇത്രയും ഇതെല്ലാം ആൾജിബ്രയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അതുപോലത്തെ സിമ്പിൾ ഇക്വേഷൻസും നമുക്ക് ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ സാറ്റിലും മാറ്റിലുമായിട്ട് വരുന്നത്. അപ്പോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കമോൺ, ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. നമ്മളിന്ന് ഹാഫ് ആൻ അവർ ക്ലാസ് പോകും. ബട്ട് ഇന്ന് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ടറി ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം.
സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാറ്റ് ആൻഡ് മാറ്റ് ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിനെയാണ് സാറ്റ് എന്ന് പറയുന്നത്. മെന്റൽ എബിലിറ്റി ടെസ്റ്റിനെയാണ് മാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോ മോസ്റ്റ്ലി നിങ്ങൾക്ക് സാറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. പറ്റുന്ന ദിവസങ്ങളിൽ മാറ്റും ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ സാറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇപ്പൊ നമ്മള് എന്താണ് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ഈ ഒരു സബ്ജക്ട് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നിങ്ങൾ മലയാളം മീഡിയം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ടീച്ചറോ സാറോ ആരുടെങ്കിലും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, മലയാളം മീഡിയത്തിലുള്ള ആരെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ ഇവിടെ? എനിവൺ ഫ്രം മലയാളം മീഡിയം? എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം വരുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ സാറ്റ് ആയിരിക്കും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക ഫസ്റ്റ്, പിന്നീട് നമുക്ക് മാറ്റിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വീക്ക്ലി 1 ക്ലാസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഇപ്പൊ ജൂലൈ ആയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഒന്ന് കുറച്ച് നിങ്ങളൊന്ന് ഇതിലേക്ക് യൂസ്ഡ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ വീക്ക്ലി 2 ക്ലാസ്സസ് എന്നുള്ള രീതിക്ക് പോവാം. ഓക്കെ, ഒരു ദിവസം സാറ്റും ഒരു ദിവസം മാറ്റും ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ ഇന്ന് ഫസ്റ്റ് സാറ്റ് ആണ് നോക്കുന്നത്. സാറ്റില് ബേസിക് സയൻസ് ആണ്. അതിൽ ബയോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്, സെൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ ഐ ഹോപ്പ് മൈ സ്ക്രീൻ ഇസ് വിസിബിൾ. ഓക്കെ, സോ യെസ്, അപ്പൊ നമുക്ക് സെൽസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ സെൽസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ. സെൽ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരമായ ഒരു യൂണിറ്റ് ആണ്. ഓരോ ലൈഫിന്റെയും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിന്റെയും ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? സെല്ലാണ് അല്ലെ. ഇപ്പൊ കോശം എന്ന് നമ്മൾ പറയുന്നതിനാണ് സെൽസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us see. All the organisms are made up of cells. Organisms around us are different in their internal and external structures and natures. അതായത് നമുക്ക് ചുറ്റും ഒരുപാട് ഓർഗാനിസംസ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമ്മളും ഒരു ഓർഗാനിസം ആണ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന മാൻ എന്ന് പറയുന്നതും ഒരു ഓർഗാനിസം ആണ്. ആൻഡ് ഓരോ ഓർഗാനിസവും സെൽസ് കൊണ്ട് നിർമ്മിതമായതാണ്. ബട്ട് ആർ ഓൾ ദ ഓർഗാനിസംസ് ലുക്കിംഗ് സെയിം? എല്ലാ ഓർഗാനിസംസും കാണാൻ ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലെ. സോ എക്സ്റ്റേണൽ സ്ട്രക്ചർ മാത്രമല്ല, ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആർ ഓൾസോ ടോട്ടലി ഡിഫറെന്റ്. ബട്ട് ഈ ഓർഗാനിസംസിലെല്ലാം എല്ലാ ഓർഗാനിസംസിലും കോമൺ ആയിട്ട് ഒരു കാര്യം കാണുന്നുണ്ട്. ദാറ്റ് ഇസ് ഈച്ച് ഓർഗാനിസം ഓർ എവറി ഓർഗാനിസം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെല്ലുകൾ കൊണ്ടാണ് ഏതൊരു ഓർഗാനിസവും ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ആർ സെൽസ്? സെൽസ് ആർ ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പൊ ഫസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ആർ സെൽസ്? അപ്പൊ സെൽസ് ഡാഷ് ആർ ദ ബേസിക് ഫങ്ഷണൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സെൽസ് ആണ് ആൻസർ. ഓക്കെ, സോ പ്ലാന്റ് സെൽസ് ആൻഡ് ആനിമൽ സെൽസ് ആർ സിമിലർ. കാണാൻ പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും സിമിലർ ആണ്, ബട്ട് ദേ ഷോ സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ ദെയർ സ്ട്രക്ചേഴ്സ്. അപ്പൊ എന്താണ്? പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പോ ആനിമൽ സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ സെല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ അനിമൽസ്. ഓക്കെ, അപ്പൊ അനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും മൃഗങ്ങളുടെ സെൽ എന്ന് വിചാരിക്കേണ്ട. ഹ്യൂമൻ സെല്ലിനെയും നമുക്ക് അതിൽ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ സെൽസും അല്ലെങ്കിൽ ഇപ്പൊ മറ്റേതെങ്കിലും ഒരു ആനിമലിന്റെ സെല്ലും എടുത്തു നോക്കിയാൽ സെയിം സ്ട്രക്ചർ ആയിരിക്കും. എന്നാൽ പ്ലാന്റ്സിന്റെ സെൽ അങ്ങനെ ആയിരിക്കില്ല, അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ സെൽസിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെൽസിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിസ്കവേർഡ് സെൽസ്? അപ്പൊ നമ്മൾ വാട്ട് ആർ സെൽസ് എന്ന് പറഞ്ഞു. ഇനി സെല്ലുകൾ ആരാണ് ഡിസ്കവർ ചെയ്തത്? യെറ്റ് അഗെയിൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് എ സയന്റിസ്റ്റ് ഓർ ബയോളജിസ്റ്റ് നെയ്മഡ് റോബർട്ട് ഹൂക്ക്. So in 1665, it was Robert Hooke who discovered cells. Robert Hooke എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് സെൽസ് ഡിസ്കവർ ചെയ്തത്. He was in charge of keeping his equipments in the Royal Society of London. ഇതും ചോദിച്ചിട്ടുണ്ട്. റോബർട്ട് ഹൂക്ക് തന്റെ സയന്റിഫിക് എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് തന്റെ എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്തിരുന്ന പ്ലേസിന്റെ പേര് എന്താണ്?
that is called Royal Society of London. And when he observed the thin slices of cork through the microscope he had developed on his own, he happened to see honeycomb-like structures, and these structures were named cellulae, which means small chambers. അപ്പൊ എന്താണ് റോബർട്ട് ഹൂക്ക് എങ്ങനെയാണ് സെൽസിനെ കണ്ടുപിടിച്ചത്? അതായത് അദ്ദേഹം കോർക്ക് പോലെയുള്ള ഒരു മെറ്റീരിയലിന്റെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് തിൻ സ്ലൈസസ് ആക്കിയിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ ഹണികോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തേനിന്റെ കൂട്ടം, ഓക്കെ, നമ്മുടെ തേനീച്ചകളുടെ കൂട്ടം പോലെ ഹണികോംബ് പോലത്തെ ഒരു സ്ട്രക്ചർ അദ്ദേഹത്തിന് കാണാനിടയായി when he observed it through the microscope, and he called these structures cellulae. So ഈ ഒരു സ്ട്രക്ചറിനെയാണ് അദ്ദേഹം cellulae എന്ന് വിളിച്ചത്. cellulae എന്ന് പറഞ്ഞാൽ സ്മോൾ ചാമ്പേഴ്സ് എന്നാണ്, സ്മോൾ ചേമ്പേഴ്സ് എന്നാണ് മീനിങ്. cellulae എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സെൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. The word cell originated from cellulae. Cellulae എന്ന് പറയുന്ന നെയിമിൽ നിന്നുമാണ് സെൽ എന്നുള്ള നെയിം പിന്നീട് ഒറിജിനേറ്റ് ആയത്. ഓൾറൈറ്റ്, ഇനിയിപ്പോ നമ്മൾ സെല്ലിന്റെ പാർട്സ് ആണ് നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ 3 main parts of a cell? We can see that the 3 main parts of a cell are cell membrane, protoplasm and nucleus. അപ്പൊ സെല്ലിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണ്? സെൽ മെംബ്രെയിൻ ഉണ്ട്, പ്രോട്ടോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ 3 പാർട്സിന്റെ നെയിംസ് ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, okay, now let us see what is a cell membrane. എന്താണ് ഒരു സെൽ മെംബ്രെയിൻ എന്ന് നോക്കാം. The cell is covered with a membrane. അതായത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെൽസ് എപ്പോഴും ഒരു സെൽ എത്ര ലൈക്ക് വി ഹാവ് ലാക്സ് ഓഫ് സെൽസ് ഇൻ അവർ ബോഡി. ഓരോ ക്രിയേച്ചറിലും ലക്ഷക്കണക്കിന് സെല്ലുകളാണ് ഉള്ളത്. ആൻഡ് അങ്ങനത്തെ ഓരോ സെല്ലും എങ്ങനെയാണ് കവർ ആയിട്ടുള്ളത്? അവർ വന്നിട്ട് ഒരു മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കവറിംഗ് ആണ്, ഒരു ഔട്ടർ കവറിംഗിനെയാണ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. So the cell is covered with a membrane and the components of a cell are enclosed in this membrane, and this covering is known as the plasma membrane. അപ്പൊ എന്താണ്? സെല്ലിന് ബേസിക്കലി 3 പാർട്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് സെൽ മെംബ്രെയിൻ ആണ്, സെക്കൻഡ് ഇസ് പ്രോട്ടോപ്ലാസം, തേർഡ് വൺ ന്യൂക്ലിയസ്. അതിൽ എന്താണ് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സിനെ, അതിന്റെ ഉള്ളിലുള്ള ഉള്ളടക്കങ്ങളെ നീറ്റ് ആയിട്ട് കവർ ചെയ്ത് എൻക്ലോസ്ഡ് ചെയ്ത് വെക്കുന്ന പാർട്ടിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ എൻക്ലോസ് ചെയ്ത് വെക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ സെൽ മെംബ്രെയിൻ ഇല്ലെങ്കിൽ നമ്മുടെ സെൽസിനൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ സെൽ മെംബ്രെയിൻ പ്ലേ എ വെരി ബിഗ് റോൾ. ഓക്കെ, ആൻഡ് സെൽ മെംബ്രെയിനിന്റെ ഒറിജിനൽ നെയിം എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. ആൻഡ് ഈ പ്ലാസ്മ മെംബ്രെയിന്റെ പ്രത്യേകത എന്താണ്? ദ മെംബ്രെയിൻ സെപ്പറേറ്റ്സ് ദ ഇന്നർ മെറ്റീരിയൽസ് ഫ്രം ദ ഔട്ടർ മെറ്റീരിയൽസ്. അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് അങ്ങനെ ട്രാൻസ്മിഷൻ ഒന്നും അത്ര പെട്ടെന്ന് നടക്കില്ല. അപ്പൊ ഒരു സെല്ലിന്റെ ഉള്ളിൽ, അതായത് പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലുള്ളതും പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്തുള്ളതും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. സോ ദ മെംബ്രെയിൻ സെപ്പറേറ്റ്സ് ദ ഇന്നർ മെറ്റീരിയൽസ് ആൻഡ് ദ ഔട്ടർ മെറ്റീരിയൽസ്. ഇനി ഈ സെൽ മെംബ്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പെർമിയബിലിറ്റി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, എന്താണ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെൽ മെംബ്രെയിനിലൂടെ എന്തൊക്കെ കടന്നു പോകാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ പെർമിയബിലിറ്റി, അതായത് ഒരു മീഡിയത്തിന് അതിന് എന്തൊക്കെ കടത്തിവിടാൻ പറ്റും, ആ കടത്തിവിടാൻ പറ്റുന്ന അതിന്റെ കപ്പാസിറ്റിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽ മെംബ്രെയിൻ എങ്ങനെയാണ്? ഫുള്ളി പെർമിയബിൾ ആണോ, അല്ല നോൺ പെർമിയബിൾ ആണോ, അല്ല പാർഷ്യലി പെർമിയബിൾ ആണോ? നോക്കാം. The cell membrane is selectively permeable. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമേ പെർമിയബിലിറ്റി അത് എക്സ്പോസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? പാർഷ്യലി പെർമിയബിൾ ആണ്. അതിന്റെ അർത്ഥം ചില സബ്സ്റ്റൻസസിനെ മാത്രം അതിലൂടെ കടത്തിവിടും. ഇറ്റ് വിൽ അലോ ഓൺലി സർട്ടൻ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ ഇറ്റ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് അലോ ഓൾ ദ സബ്സ്റ്റൻസസ്. അപ്പൊ എന്താണ്? ചില ജേംസോ അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയോ വൈറസോ ഒക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ അത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല, കടത്തിവിടില്ല. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ്. ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഔട്ടർ കവറിംഗ് ആണെന്ന് പറഞ്ഞു. ഇത് വന്നിട്ട് ഒരു സെല്ലിന്റെ ഇന്നർ മെറ്റീരിയൽസിനെ അതിന്റെ ഔട്ടർ മെറ്റീരിയൽസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്നും പറഞ്ഞു. പിന്നെ ഈ സെൽ മെംബ്രെയിനിന് തന്നെ ടോട്ടലി 3 ലെയേഴ്സ് ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ്. വാട്ട് ആർ ദ 3 ലെയേഴ്സ്? ആൻ ഔട്ടർ ലെയർ, ആൻ ഇന്നർ ലെയർ ആൻഡ് എ മിഡിൽ ലെയർ. അപ്പൊ സെൽ മെംബ്രെയിനിൽ തന്നെ 3 ഡിഫറെന്റ് ലെയറുകൾ ഉണ്ട്. ഒന്ന് വന്നിട്ട് ഔട്ടർ ലെയർ ആണ്,
സെക്കൻഡ് വൺ ഇന്നർ ലെയർ ആണ്, തേർഡ് വൺ മിഡിൽ ലെയർ ആണ്. ഈ ഇന്നർ ലെയർ എന്ന് പറയുന്നതിൽ പ്രോട്ടീൻ കണ്ടന്റ് ആയിരിക്കും, മിഡിൽ ലെയറിൽ ലിപ്പിഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെല്ലിന്റെ 3 ഇമ്പോർട്ടന്റ് പാർട്സ് പറഞ്ഞല്ലോ, സെൽ മെംബ്രെയിൻ, പ്രോട്ടോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അപ്പൊ സെൽ മെംബ്രെയിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പ്രോട്ടോപ്ലാസം എന്താണെന്ന് നോക്കാം. All the components within the plasma membrane are collectively called the protoplasm. അപ്പൊ എന്താണ് പ്രോട്ടോപ്ലാസം? അതായത് സെൽ മെംബ്രെയിൻ കൂടാണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, പ്രോട്ടോപ്ലാസവും ന്യൂക്ലിയസും. അപ്പോ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളില് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ചേർത്തി നിർത്തുന്ന ഒരാളാണ് ഈ പ്രോട്ടോപ്ലാസം. ഈ പ്രോട്ടോപ്ലാസത്തിൽ മെയിൻ ആയിട്ട് 2 ആളുകളാണ് ഉണ്ടാവുക. ദേ ആർ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. അപ്പൊ ന്യൂക്ലിയസ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഈ സൈറ്റോപ്ലാസം ഇപ്പൊ എന്താണ്? പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും രണ്ടും രണ്ടാണോ? യെസ്, ഇത് രണ്ടും രണ്ടാണ്. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും അടങ്ങിയിരിക്കുന്നത് ഈ പ്രോട്ടോപ്ലാസത്തിന്റെ അകത്താണ്. പ്രോട്ടോപ്ലാസം എവിടെയാണുള്ളത്? സെൽ മെംബ്രെയിന്റെ അകത്താണ്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന്റെ അകത്താണുള്ളത്. ഓക്കെ, നൗ ലെറ്റ് us see what is meant by cytoplasm. The components other than the nucleus in the protoplasm are generally called the cytoplasm. അപ്പൊ എന്താണ്? പ്രോട്ടോപ്ലാസവും ന്യൂക്ലിയസും സെൽ മെംബ്രെയിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ആളാണെങ്കിലോ ന്യൂക്ലിയസിനെ പിന്നെ ന്യൂക്ലിയസിന്റെ കൂടെയുള്ള ആളുകളെയും ചേർത്തി പിടിച്ചു നിർത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഈ ന്യൂക്ലിയസ് അല്ലാണ്ട് കുറച്ച് ആളുകളെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അവരെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോ ഒന്നും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെല്ലിൽ 3 പാർട്സ് ഉണ്ട്, സെൽ മെംബ്രെയിൻ, പ്രോട്ടോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. സെൽ മെംബ്രെയിന്റെ ഉള്ളിൽ പ്രോട്ടോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട്. പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളില് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും വരുന്നുണ്ട്. ആൻഡ് ഈ സൈറ്റോപ്ലാസത്തിന് മറ്റൊരു കാര്യം, ആക്റ്റീവ് ആൻഡ് ഇൻആക്റ്റീവ് കോമ്പോണൻസ് ആർ ദർ ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഇൻആക്റ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ്, അതായത് നിർജീവമായിട്ടുള്ള കോമ്പോണൻസും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സെൽ ഓർഗനൽസ് എന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടേംസ് ആണ്, ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. Let us see what are cell organelles. Cell organelles are the specific parts seen in the cytoplasm to perform physiological functions. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കാണുന്ന ചില പാർട്സിനെയാണ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹെൽപ്പ് us to perform some physiological functions. And there are active and inactive components in the cytoplasm. ഇത് ഓൾറെഡി പറഞ്ഞു. അതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് ഈ സെൽ ഓർഗനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ടേം ആണ് ER അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. എന്താണ് ER? The membrane system that extends from the plasma membrane to the nuclear membrane is called the endoplasmic reticulum. അപ്പൊ എന്താണ്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനും ന്യൂക്ലിയർ മെംബ്രെയിനും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് an irregular network of double membrane distributed over the entire cytoplasm of the cell. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഓൾറെഡി പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ഇതല്ലാണ്ട് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ നമുക്കറിയാലോ പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളിലാണ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഉള്ളത്. അപ്പോ ഈ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിനും ന്യൂക്ലിയർ മെംബ്രെയിനെയും കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്, ഒരു ഇറഗുലർ നെറ്റ്വർക്ക് ആണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ആൻഡ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്, അതായത് 2 ലെയർ നല്ല കട്ടിയുള്ള ഒരു മെംബ്രെയിൻ ആണ് ഈ ER എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്താണ്? ERന്റെ ഫംഗ്ഷൻ ദേ ഗിവ് റിജിഡിറ്റി ആൻഡ് സ്ട്രെങ്ത് ടു ദ സെൽ. ഈ ലൈൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ERന്റെ ഫംഗ്ഷൻ എന്താണ്? ദേ ഗിവ് റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത്, റിജിഡിറ്റി അല്ലെങ്കിൽ ഒരു ഷേപ്പ് കൊടുക്കുക, ഒരു പവർ കൊടുക്കുക. സെൽസിന് പവർ കൊടുക്കുന്നവരാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒരു പവർ ഹൗസ് പോലെയാണ് ഇപ്പോ. ഓക്കെ, സോ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് പറയും ചിലപ്പോ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ സംടൈംസ്. ഓക്കെ, സോ ദേ ഗിവ് റിജിഡിറ്റി ആൻഡ് സ്ട്രെങ്ത് ടു ദ സെൽ ആൻഡ് ഇറ്റ് ഫോംസ് ദ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ സെൽ. സെല്ലിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത് ആരാണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ആൻഡ് നമ്മൾ ഇതിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുന്നുണ്ട്, റൈബോസോം. ആരാണ് റൈബോസോംസ്? Okay, they are numerous
small granules either scattered freely in the cytoplasm or attached to the membranes of the endoplasmic reticulum. അപ്പോ റൈബോസോംസ് എന്ന് പറയുന്നവർ ആരാണ്? ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ആയിരിക്കും. ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ പൗഡറും അല്ല, അതേസമയം വലിയ സോളിഡും അല്ല. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ എന്താണ് തുരുമ്പുകളായിട്ടുള്ളവരെയാണ് നമ്മൾ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർ വന്നിട്ട് സ്മോൾ ഗ്രാന്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഒന്നിൽ സൈറ്റോപ്ലാസത്തിൽ ടോട്ടലി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന അവസ്ഥയിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവര് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മെംബ്രെയിനുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അവരെയാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റൈബോസോംസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദേ ആർ റിച്ച് ഇൻ റൈബോന്യൂക്ലിക് ആസിഡ്. റൈബോന്യൂക്ലിക് ആസിഡ് എവിടെയാണ് നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ റൈബോസോംസ് ആണ് നമുക്കതിന് ആൻസർ പറയാൻ പറ്റുന്നത്. ഓൾറൈറ്റ്, ഇപ്പൊ നമുക്ക് റൈബോസോം ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഇമേജ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. സോ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരാളെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നതും നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാവും. നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ലെറ്റ് us see. In the cells, the production and the storage of energy is done by organelles called mitochondria. അപ്പൊ നമ്മൾ ഓൾറെഡി സെൽ ഓർഗനൽസിനെ കുറിച്ച് പഠിച്ചില്ലേ? സെൽ ഓർഗനൽസ് എവിടെ കാണുന്നവരാണ്? നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തിലുള്ളവരാണ് അല്ലെ? ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ സെൽ ഓർഗനൽസിന് യെസ് സൈറ്റോപ്ലാസത്തിൽ കാണുന്നവരാണ് സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് ആർ ദ സ്പെസിഫിക് പാർട്സ് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ടു പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ തിരിച്ചു ഞാൻ ഇതിലേക്ക് വരാം. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുകളിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. ഓക്കെ, അപ്പോ ഒരു പർട്ടിക്കുലർ സെൽ ഓർഗനലിന്റെ പേരാണ് മൈറ്റോകോൺട്രിയ. ആൻഡ് മൈറ്റോകോൺട്രിയ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ഇൻ ദ cells. And they are present in almost all types of cells. And in some cells their number is more, but in some cells their number is less. ചില സെല്ലുകളിൽ ഇവരുടെ എണ്ണം കൂടുതലായിരിക്കും, ചിലതിൽ ഇവരുടെ എണ്ണം കുറവായിരിക്കും. And mitochondria is absent in bacteria cell and also in RBCs of mammals. Important ആണ്. മൈറ്റോകോൺട്രിയ പ്രസൻസ് നമ്മൾ കുറെ പറഞ്ഞു. എന്നാൽ എവിടെയാണ് ആബ്സെന്റ് എന്ന് പറയുന്നത്? ബാക്ടീരിയ സെൽസിൽ ഉണ്ടാവില്ല. ബാക്ടീരിയാസിൽ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സെല്ലിൽ മൈറ്റോകോൺട്രിയ ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ മാമൽസ്, അപ്പൊ നമ്മളെല്ലാം മാമൽസ് ആണ്. വാട്ട് ആർ മാമൽസ്? ക്യാൻ എനിബഡി ടെൽ? മാമൽ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Okay, let me give you an example. Human beings are mammals. ഹ്യൂമൻ ബീങ്സ് മാമൽസ് ആണ്. അപ്പൊ എന്താണ് മാമൽ എന്ന് പറയും? ഓക്കെ, മറ്റൊരു ക്ലൂ പറയാം. മാമൽസും എഗ് ലേയിങ് ആനിമൽസും ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് മീനിങ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പ്രസവിക്കുന്ന യെസ്, മാമൽസ് എന്ന് പറയുമ്പോൾ പ്രസവിക്കുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് മാമൽസ് ആണ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ ഡെലിവറി, റൈറ്റ്? നമ്മൾ എന്താണ് നമ്മളൊക്കെ ജനിച്ചത് എങ്ങനെയാണ്? ഡെലിവറി. നമ്മുടെ അമ്മമാരെ നമ്മൾ പ്രസവിച്ചതിലൂടെയാണ് നമ്മൾ ജനിച്ചത് അല്ലെ? അപ്പൊ പ്രസവത്തിലൂടെ ജനിക്കുന്ന അല്ലെങ്കിൽ പ്രസവത്തിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. There is one bird which is a mammal. Can anyone tell? പക്ഷികൾ ബേസിക്കലി എഗ് ലേയിങ് ആണ്, എഗ് ലേയിങ് ഓർഗാനിസംസ് ആണ്. ബാറ്റ് എന്ന് പറയുന്ന നമ്മൾ എന്താണ്? വവ്വാൽ അല്ലെ? വവ്വാൽ വന്നിട്ട് നമുക്കൊരു മാമൽ ആണ്. ദോ ഇറ്റ് ഇസ് എ ബേർഡ്, ഇറ്റ് ഇസ് എ മാമൽ. അപ്പൊ പലപ്പോഴും ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഈ ബാറ്റ്സ് വന്നിട്ട് അനിമൽ ആണോ ബേർഡ് ആണോ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതിനെ ബേർഡ് എന്ന് തന്നെ വിളിക്കാം, ബിക്കോസ് ഇറ്റ് ക്യാൻ ഫ്ലൈ. പറക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ബേർഡ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഇസ് എ മാമൽ. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ബ്ലൂ വെയിൽ, നമ്മുടെ അക്വാറ്റിക് ആനിമൽസിലേക്ക് വരികയാണെങ്കിൽ ബ്ലൂ വെയിൽ ഒരു മാമൽ ആണ്. ഓക്കെ, അതൊരു ബിഗ്ഗസ്റ്റ് മാമൽസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ദ ബ്ലൂ വെയിൽ. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാമൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ മൈറ്റോകോൺട്രിയ ബാക്ടീരിയ സെൽസിലും ഉണ്ടാവില്ല, മാമൽസിന്റെ RBCസിലും ഉണ്ടാവില്ല. എന്താണ് ഈ RBC? നമ്മുടെ ബ്ലഡിനെ തന്നെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യെസ് RBC, WBC എന്നൊക്കെ നമുക്ക് കിട്ടും, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും.
Yes, what is RBC? Anush, can you tell? റെഡ് ബ്ലഡ് സെൽസ്. വെരി ഗുഡ്. റെഡ് ബ്ലഡ് സെൽസ്. റെഡ് ബ്ലഡ് സെൽസിനാണ് നമ്മൾ RBC എന്ന് പറയുന്നത്. WBC എന്ന് പറയുമ്പോൾ അത് വൈറ്റ് ബ്ലഡ് സെൽസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബ്ലഡ് സെൽസ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഡിഫറെന്റ് ഫംഗ്ഷൻ ഉള്ള ഒരാളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചാൽ കുറച്ച് ബ്ലഡ് ഒക്കെ എല്ലാവർക്കും പോകും. പക്ഷെ നോൺ സ്റ്റോപ്പ് ആയിട്ട് രക്തം നിൽക്കാണ്ട് പോകുന്നത് പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് കാരണമാണെന്ന് പറയും. ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കൗണ്ട്, ഒരു റിക്വയർഡ് കൗണ്ട് നമ്മുടെ ബോഡിയിൽ വേണം. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മുറിവുകളിൽ നിന്ന് പോലും ഒരുപാട് ബ്ലീഡിങ് സംഭവിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് വന്നിട്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? പ്ലേറ്റ്ലെറ്റ്സ് വിൽ ഹെൽപ്പ് യു ടു ക്ലോട്ട്. ക്ലോട്ടിങ് ഓഫ് ദ ബ്ലഡിന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ നമുക്ക് കൈയൊന്ന് മുറിഞ്ഞു, കത്തി തട്ടി മുറിഞ്ഞു, കുറച്ചൊന്ന് ബ്ലഡ് നമ്മൾ പോയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മുറിവ് ഉണങ്ങുന്നില്ലേ? The wound will heal. But otherwise, what happens if the platelet count is very less? The wound will not heal. The blood will continuously keep flowing. അപ്പൊ അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, നൗ മൈറ്റോകോൺഡ്രിയന്റെ സ്ട്രക്ചർ പറയുന്നത് they are double walled bags with their inner walls produced into, mitochondria are double walled walls with their inner walls produced into finger-like processes projecting inwards called cristae. അതായത് ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് പ്ലൂറൽ വേർഡ് ആണ് കേട്ടോ. മൈറ്റോകോൺഡ്രിയൻ എന്ന് പറയുന്നത് സിംഗുലറും മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ പ്ലൂറലും ആണ്. അപ്പൊ നമ്മൾ മീഡിയ എന്ന് പറയുന്നില്ലേ, അതുപോലെ. അപ്പൊ മൈറ്റോകോൺഡ്രിയ എങ്ങനെയാണ്? അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് ഡബിൾ വോൾഡ് ബാഗ് ആണ്. അതായത് ബാഗ് പോലെ, അറകൾ പോലെ ആയിരിക്കും ഇവരുടെ സ്ട്രക്ചർ. ഡബിൾ വോൾഡ് ആണ്. പിന്നെ ഫിംഗേഴ്സ് പോലെ ഇങ്ങനെ സെല്ലിന്റെ ഉള്ളോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിസ്റ്റേ എന്നൊരു പേരും കൂടെ ഉണ്ട്. മൈറ്റോകോൺഡ്രിയന്റെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിന് എന്താണ് പേര്? ക്രിസ്റ്റേ. CRISTAE. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, ലൈസോസോം. ഓക്കെ, ലൈസോസോംസ് എന്ന് പറയുന്നത് എല്ലാ അനിമൽ സെൽസിലും ഉണ്ട്. അപ്പൊ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്, നമ്മളിലെല്ലാം ലൈസോസോംസ് ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസ് ഓഫ് മാമൽസ് ഹാവ് നോ ലൈസോസോം. RBCയിൽ പക്ഷെ ഈ ലൈസോസോം ഉണ്ടാവില്ല. അപ്പൊ മൈറ്റോകോൺഡ്രിയ പോലെ തന്നെ ലൈസോസോമും RBCയിൽ ആബ്സെന്റ് ആണ്. ലൈസോസോംസ് ആർ ടൈനി സ്പെറിക്കൽ സാക്ക്. സ്പെറിക്കൽ എന്നാണ് കേട്ടോ അത് സ്പെല്ലിംഗ്. RBCയിൽ ഇപ്പൊ ആരൊക്കെ ഇല്ല? മൈറ്റോകോൺഡ്രിയനും ഇല്ല, ലൈസോസോമും ഇല്ല. So lysosomes are tiny spherical sac-like structure evenly distributed in the cytoplasm. ഇവർ വന്നിട്ട് സൈറ്റോപ്ലാസത്തിലാണ് ലൈസോസോംസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. These sac-like structures are dark in color and they are full of enzymes. ഇപ്പോൾ ലൈസോസോമിൽ ഫുൾ എന്താണ്? എൻസൈംസ് ആണ്. ആൻഡ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഫോർ എക്സാമ്പിൾ ഡയജഷന് ഹെൽപ്പ് ചെയ്യുന്ന ചില എൻസൈംസ് ഉണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയും. ആ എൻസൈംസുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ദഹനം നടക്കില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് എക്സ്ക്രീഷൻ നടക്കില്ല. നമ്മൾ യൂറിൻ അല്ലെങ്കിൽ മോഷൻ ഒക്കെ പാസ് ചെയ്യുന്നത് എന്താണ്? പല എൻസൈംസിന്റെയും ഹെൽപ്പിലൂടെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ RBCയിൽ ആബ്സെന്റ് ആണ്, ബട്ട് WBCയിൽ ഒരുപാട് പ്രസന്റ് ആണ്. WBC, വൈറ്റ് ബ്ലഡ് സെൽസ് കണ്ടെയ്ൻ മെനി ലൈസോസോംസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു പാർട്ടാണ് ഗോൾഗി ബോഡീസ്. ഗോൾഗി എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. ഈ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സെൽ ഓർഗനൽ ആണ്, which are seen as small bags or numerous sacs in the cytoplasm. അപ്പൊ ഇവരൊക്കെ മോസ്റ്റ്ലി സൈറ്റോപ്ലാസത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഈ പറയുന്ന മൈറ്റോകോൺഡ്രിയ, പിന്നെ അതുപോലെ ലൈസോസോം, ഗോൾഗി ബോഡീസ്, ഇവരൊക്കെ എവിടെയാണ് പ്രസന്റ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഫ്ലാറ്റൻഡ് cavities. This is in the form of granules. വീണ്ടും ഗോൾഗി ബോഡീസും ഗ്രാന്യൂളുകൾ പോലെയാണ്, അല്ലെങ്കിൽ ഫിലമെന്റുകൾ. നമ്മുടെ ബൾബിന്റെ ഫിലമെന്റ് കണ്ടിട്ടില്ലേ? ചെറിയ ചെറിയ റോഡുകൾ ഇങ്ങനെ നീട്ടിയ കമ്പിയുടെ രൂപത്തിൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് വിച്ച് ആർ സപ്പോസ്ഡ് ടു ഒറിജിനേറ്റ് ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾഗി ബോഡീസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ആവുന്നു? ഉത്ഭവിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നുമാണ്. ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് സെല്ലുലാർ സെക്രീഷൻസ് and it is concerned with the secretions such as enzymes and hormones. അപ്പൊ ഗോൾഗി ബോഡീസിന്റെ സഹായത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ എൻസൈംസും ഹോർമോൺസും എല്ലാം പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പൊ പേര് ഓർത്ത് വെക്കുക, ഗോൾഗി ബോഡീസ്. അപ്പൊ ഓരോന്നും എങ്ങനെ പഠിക്കണം നമ്മളെന്ന് വെച്ചാല്, ഓരോന്നിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ആക്കി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ
ഈസി ആയിരിക്കും. ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഗൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തത് പാരഗ്രാഫ് ആയിട്ടാണ്. ബട്ട് പാരഗ്രാഫ് ആയിട്ടുള്ളത് അങ്ങനെ പഠിക്കുമ്പോൾ സംടൈംസ് നിങ്ങൾക്കത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ പാർട്ടിനെയും പോയിന്റ്സ് ആക്കിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് കമ്പയർ ചെയ്ത് പഠിക്കാൻ ഈസി ആയിരിക്കും. ഇപ്പൊ ഈ ലൈസോസോം എന്ന് പറയുന്നതും സെൻട്രോസോം എന്ന് പറയുന്നതും അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം, കുറെ ടേംസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് കോമൺ ദാറ്റ് വി ഫോർഗെറ്റ് certain ടേംസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെൻട്രോസോം ആണ്. സെൻട്രോസോം എന്ന് പറയുന്നത് മറ്റൊരു ഓർഗനൽ ആണ്. സോ ഇറ്റ്സ് an organelle which is seen close to the nucleus in the centrosome. Centrosome appears like a rounded mass containing one or two minute bodies called centrioles. സെൻട്രോസോം എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഉള്ളിൽ രണ്ട് കുഞ്ഞു കുഞ്ഞു സെൻട്രിയോൾസ് ഉണ്ടാവും. മൈന്യൂട്ട് ബോഡീസ് കോൾഡ് സെൻട്രിയോൾ. സെൻട്രോസോമിന്റെ അകത്താണ് സെൻട്രിയോൾസ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ഓരോ സെൻട്രോസോമിലും 2 സെൻട്രിയോൾസ് ആണ് ലൊക്കേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാക്യൂൾസ്. ഈ വാക്യൂൾസ് എന്ന് പറയുന്നവർ ബേസിക്കലി സെല്ലിന്റെ സെന്ററിൽ വരുന്നവരാണ്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയസ് ഒക്കെ പോലെ it's a structure that comes at the center of the cell, and they are vacuoles. Large vacuoles are a characteristic feature of mature plant cells. നല്ല മുതിർന്ന പ്ലാന്റ് സെല്ലുകളിൽ വലിയ ലാർജ് വാക്യൂൾസ് കാണാൻ പറ്റും. and these vacuoles are filled with liquids called cell sap. ഈ വാക്യൂൾസിന്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്, അതിന്റെ പേരാണ് സെൽ സാപ്പ് എന്ന് പറയുന്നത്. ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് സോൾട്സ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഹിയർ ഇൻ ലിക്വിഡ് ഫോം. വാക്യൂൾസിൽ എപ്പോഴും കണ്ടന്റ് ലിക്വിഡ് ആയിരിക്കും. ഇതിന്റെ അകത്തുള്ള ലിക്വിഡിന്റെ പേരാണ് സെൽ സാപ്പ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾട്സ് സ്റ്റോർ ചെയ്യുന്നതെല്ലാം ഈ സെൽ സാപ്പിന്റെ രൂപത്തിൽ വാക്യൂൾസിന്റെ അകത്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നൗ കമ്മിങ് ടു പ്ലാസ്റ്റിഡ്സ്. നമുക്കിനി പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിഡ്സ് കഴിഞ്ഞ് ലാസ്റ്റിലായിരിക്കും നമ്മൾ ന്യൂക്ലിയസ് പഠിക്കുന്നത്. എന്താണ് പ്ലാസ്റ്റിഡ്സ്? പ്ലാന്റ്സിനാണ്, പേരിൽ തന്നെ പ്ലാസ്റ്റിഡ് എന്നുണ്ട്. അപ്പൊ പ്ലാന്റ്സ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. സോ പ്ലാസ്റ്റിഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളുകളാണ് ഈ പ്ലാസ്റ്റിഡ്സ്. ഇവർ 3 ടൈപ്പിലുണ്ട്. പ്ലാസ്റ്റിഡ്സ് ആർ ഓഫ് 3 ടൈപ്സ്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. 3 ടൈപ്പാണ്: ക്ലോറോ, ക്രോമോ, ല്യൂക്കോ. ഇങ്ങനെ 3 പേരിൽ ഇവരുണ്ട്. ക്ലോറോപ്ലാസ്റ്റിലാണ് ഈ ക്ലോറോഫിൽ ഉള്ളത്. ക്ലോറോഫിലിന്റെ ഫംഗ്ഷൻ എന്താണ്? Can anyone tell? ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് പ്ലാന്റ്സ് എന്ത് കളറിലുള്ളത്? യെസ്, ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. ഓക്കെ, ഇപ്പൊ ചില ലീവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറിലൊക്കെ ചില ലീവ്സ്. ഈ ക്രോട്ടൻസിന്റെ ചെടി കണ്ടിട്ടില്ലേ? യെല്ലോ കളർ ക്രോട്ടൻസ് ഒക്കെ ഉണ്ടാവും. അതിൽ വന്നിട്ട് ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിലിന്റെ പ്രസൻസിന് പകരം അവിടെ വേറെ ഏതെങ്കിലും പിഗ്മെന്റ് ആയിരിക്കും. ഓക്കെ, സാന്തോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പിഗ്മെന്റ്സ് ഉണ്ട്, അതായിരിക്കാം. അപ്പൊ സാന്തോഫിൽ എനിക്ക് തോന്നുന്നു ഓറഞ്ച് കളറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണെന്ന് തോന്നുന്നു. So chloroplast consists of chlorophyll, the pigment that gives green color to plant parts as well as help in the process of photosynthesis. ഇപ്പൊ ക്ലോറോഫിൽ വന്നിട്ട് കളർ കൊടുക്കാൻ മാത്രമല്ല ഫോട്ടോസിന്തസിസിനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. ഫോട്ടോസിന്തസിസ് എന്താണ്? യു ഓൾ നോ റൈറ്റ്? എന്താണ് ഫോട്ടോസിന്തസിസ്? It is the process of, yes, producing food in plants. Okay, photosynthesis is the process of producing food in plants. Very good. So the pigments in the chromoplast give color to the plants, and you can see they also play an important role in absorbing solar energy. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുമെന്ന്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ സോളാർ എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ നമുക്കറിയാലോ ഫോട്ടോസിന്തസിസിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വാട്ടർ, സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ അല്ലെ? വാട്ടർ വേണം, സൺലൈറ്റ് വേണം, എയർ വേണം, പിന്നെ ക്ലോറോഫിൽ വേണം. അപ്പൊ ഈ ക്ലോറോഫിൽ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ, സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നത് ഈ ക്ലോറോഫിൽസ് ആണ്. ഓക്കെ, ആൻഡ് ദ പിഗ്മെന്റ് വിത്തൗട്ട് എനി കളർ ഇസ് കോൾഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, നമ്മളിപ്പോ 3 പറഞ്ഞില്ലേ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലുള്ള ക്ലോറോഫിൽ ആണ് പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ലൈൻ ഞാൻ വിട്ടുപോയി.
ക്രോമോപ്ലാസ്റ്റ് എന്തിനാണ് സഹായിക്കുന്നത്? The pigments in the chromoplast give various colors to plant parts. പ്ലാന്റ്സിന്റെ പാർട്സിന് ഗ്രീൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കളേഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുന്നത് ഈ ക്രോമോപ്ലാസ്റ്റുകളാണ്. സെക്കൻഡ് വൺ. ആൻഡ് ഫൈനലി ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളറും കൊടുക്കാത്ത ആളുകളാണ് ല്യൂക്കോപ്ലാസ്റ്റ്. ആൻഡ് ഇറ്റ് ഇസ് മോസ്റ്റ്ലി സീൻ ഇൻ ഫുഡ് സ്റ്റോറേജ് സെൽ. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സെല്ലുകൾക്ക് കളർ ഉണ്ടാവില്ല. അവിടെയാണ് ഈ ല്യൂക്കോപ്ലാസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് കളർ കൊടുക്കുന്നത് ആരാണ്? ക്ലോറോഫിൽ ആണ്. അത് ക്ലോറോപ്ലാസ്റ്റിലാണ് ഉള്ളത്. പിന്നെ ക്രോമോപ്ലാസ്റ്റിലുള്ള ചില പിഗ്മെന്റ്സ് മറ്റു ചില കളേഴ്സ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഫൈനലി നമ്മൾ ലാസ്റ്റ് പാർട്ടും കൂടെ നമ്മൾ നോക്കാം. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഇറ്റ് ഇസ് ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും സെന്റർ ഓഫ് ദ സെൽ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെ. സോ ലെറ്റ് us see. Nucleus is a small spherical body seen inside the nucleus, and the part inside the nucleus is called nucleolus. ഓക്കെ, അതായത് ന്യൂക്ലിയസിന്റെ തന്നെ ഉള്ളിൽ വീണ്ടും ഒരു സെന്റർ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയും. The nucleus is the most important part of the cell which directs and controls all the cellular activities. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണ് എല്ലാ ക്ലാസ്സിലത്തെ കുട്ടികളെ മാത്രം കൺട്രോൾ ചെയ്യുന്നില്ല, ടീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യും അല്ലെ. അതുപോലെയാണ് ഈ പറയുന്ന ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് എല്ലാ ആക്ടിവിറ്റീസിനെയും A to Z കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ജനറലി എ ടിപ്പിക്കൽ സെൽ ഹാസ് എ സിംഗിൾ ന്യൂക്ലിയസ്. ഒരു സെല്ലിന് ഒരു ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. The nucleus is covered by a double layered membrane called nuclear membrane. എങ്ങനെയാണ് ഓവറോൾ സെല്ലിന് സെൽ മെംബ്രെയിൻ കവർ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. അപ്പൊ ഒരു മെംബ്രെയിനുകളുടെ ഒരു കൂട്ടാണ് നമ്മുടെ ബോഡി അല്ലെ. സോ സ്മോൾ ഓപ്പണിംഗ് പ്രസന്റ് ഓൺ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ആർ കോൾഡ് ന്യൂക്ലിയർ പോർസ്. അപ്പൊ നമ്മുടെ മെംബ്രെയിനിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാവും, അതിനെ ന്യൂക്ലിയർ പോർസ് എന്ന് പറയും. The semi-fluid substance present within the nuclear envelope is known as nucleoplasm. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിന്റെ പേരാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, പ്ലാസം എന്ന് വന്നാൽ തന്നെ അതൊരു ജെല്ലാണ്. ഓക്കെ, ആൻഡ് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം one or more spherical bodies called nucleoli and a network of dark staining fibers called chromatin fibers are present. അപ്പൊ നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ന്യൂക്ലിയോപ്ലാസം എന്നൊരു ലിക്വിഡ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ന്യൂക്ലിയോളി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഫെറിക്കൽ സ്ഫിയറിന്റെ ഷേപ്പിൽ ചില ബോഡീസ് അതിലുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, എൻസൈംസ്, മിനറൽസ്, ക്രോമാറ്റിൻ റെറ്റിക്കുലം എക്സെട്ര. ആൻഡ് ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയോപ്ലാസത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു സംഭവമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെ തന്നെ മറ്റൊന്നാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. And during cell division, it is the chromatin reticulum that condenses and forms thick chromosomes. അപ്പോ സെൽ ഡിവൈഡ് ആവുന്ന സമയത്തിൽ നമ്മളെല്ലാം ഗ്രോ ആവുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ് സെൽ ഡിവിഷൻ. നമ്മുടെ ബോഡിയിൽ എത്രയോ സെല്ലുകൾ ദിവസം മരിക്കുന്നുണ്ട്, എത്രയോ പുതിയ സെല്ലുകൾ ദിവസം ജനിക്കുന്നുമുണ്ട് അല്ലെ. അപ്പൊ സെൽ ഡിവിഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മളൊരു ഒരു ബോഡി മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു സമയത്താണ് സെൽ ഡിവിഷൻ സംഭവിക്കുന്നത്. ഈ സെൽ ഡിവിഷന്റെ സമയത്ത് ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ആവുക അല്ലെങ്കിൽ ചെറുതായിട്ടാണ് അവസാനം ക്രോമോസോമായി മാറുന്നത്. ഈ ക്രോമോസോംസ് ആണ് നമ്മളെ പിന്നീട് നമ്മുടെ റീപ്രൊഡക്ഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഓരോ പാർട്ടും പഠിക്കും, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട്സ് എടുത്ത് പഠിക്കുന്ന കൂട്ടത്തില് ന്യൂക്ലിയസിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളോട്ട് പോകുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ മൈറ്റോകോൺട്രിയ മുതൽ അങ്ങോട്ടേക്ക് കുറച്ചൊരു ഇൻഡെപ്ത് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളൊരു സ്കൂൾ ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടീച്ചർ ചിലപ്പോൾ ക്ലാസ് എടുത്തിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ പറയും ഒരുപാട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ബട്ട് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആണ് അല്ലെ. അപ്പൊ നമ്മൾ അത് ക്രാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മളും കൂടെ അവിടെ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ഇത്തരം കോൺസെപ്റ്റ്സുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ
നോട്ട് മേക്കിംഗ് ചെയ്ത് തന്നെ പഠിക്കുക. നോട്ട് എടുക്കുക, നോട്ട് എടുക്കുക, നോട്ട് എടുക്കുക. ഇത് തന്നെയാണ് അതിന് വഴി. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നോട്ട്സ് എഴുതുക, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുക. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ മക്കളെ? NMMS എക്സാമിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? മിസ് ഇന്ന് കുറച്ച് സ്പീഡ് ആയിരുന്നോ? യൂഷ്വലി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ സാറ്റിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ സാറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ മിസ്സിന്റെ സയൻസ് കുറേ വർഷങ്ങൾക്ക് ശേഷം മിസ് ഇന്നൊരു സയൻസ് ക്ലാസ് എടുത്തു. ഓക്കെ, അപ്പൊ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് ഇഷ്ടമായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് NMMS ക്ലാസ് വരുന്നത് നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും. അപ്പോ ബയോളജിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്പോഴേക്കും ഈ കോൺസെപ്റ്റ്സ് നല്ലോണം പഠിക്കുക. ഓക്കെ, ഞാൻ ഈ PDF-ഉം ആ പിക്ചറും ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ ജോയിനിങ്.